ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിലേക്ക് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ പരിപാടിയും പ്രോഗ്രാംസൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓരോ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഒരു പ്രോഗ്രാം നടക്കുകയാണ് എയർപോർട്ടിൽ തന്നെ. നമ്മുടെ ഗേറ്റ് എവിടെയെന്ന് വെച്ചാൽ 115-ാമത്തെ ഗേറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മെട്രോ ഒക്കെ കയറിയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഗേറ്റ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാമിൻ്റെ എന്തോ ഒരു ഇനോഗ്രേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ കാണാത്ത തരം വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അയാനും ഇത് കണ്ടപ്പം നല്ല ഇഷ്ടമായിട്ടോ. അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, മച്ചി അത് നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ അവനും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊറിയൻസിൻ്റെ ഓരോ ആചാരങ്ങളായിട്ടാണ് കേട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരെ ഇനോഗ്രേഷന് അവരുടെ ആ ഒരു ട്രഡീഷനൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഓരോ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാം. ഇപ്പോൾ ആ ലേഡി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫോട്ടോ ടൈമാണ് കേട്ടോ. അതായത് പിക്സൊക്കെ എടുക്കാം, നമുക്ക് അവിടെ പോയിട്ടും പിക്സൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ ആയാനും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ടൈം അതുപോലെ പോസ് ചെയ്ത് തന്നു കേട്ടോ. അവർക്ക് എന്താ പറയുക, പേഷ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ പീക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അത്രയും നല്ല മനുഷ്യരായിട്ടാണ് എനിക്ക് ഇതുവരെ കൊറിയൻസിനെ തോന്നിയിട്ടുള്ളൂ. യാതൊരുവിധ അനുഭവം എനിക്ക് കൊറിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടേ ഇല്ല. നമ്മളോട് ഒരുപാട് പേര് ചോദിക്കലുണ്ട് കേട്ടോ, എന്തെങ്കിലും റേസിസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ നിന്നിടത്തോളം നമുക്ക് കൊറിയ അത്രയും നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കൺട്രി ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൗത്ത് കൊറിയയിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നതൊന്നും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നേ ഇല്ല. ജസ്റ്റ് ഒരു പേരിന് മാത്രം ഒരു സബ്ജക്റ്റ് വെച്ചിട്ടുള്ള അവർ കൊറിയൻ സ്കൂളുകളിലൊക്കെ. പിന്നെ ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് അവിടേക്കൊന്നും എത്തിപ്പെടാൻ കഴിയില്ല. നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലവും സ്കൂള് വരുന്നത് എത്രയോ കിലോമീറ്റേഴ്സ് അപ്പുറത്തൊക്കെ ആവും. അതുകൊണ്ട് അതൊന്നും നമുക്ക് പോസിബിൾ അല്ല. പുതിയൊരു വീഡിയോ വരും വരേക്കും. ഓക്കെ, ബൈ.